Hello guys, welcome back to our channel. My name is Abhay, joined by Anindita. So we have got a lot of a request to give our reaction on this movie, and this movie is Avesham. yes, Okay. and we have Fahad Fasil sir. Fahad Fasil sir. So let's get started. This is the part 1 intro Yes, scene intro actually for scene. this movie. So let's get started. But also, if you're new to this channel, guys, please do subscribe and also click on the notification bell. Yes, and also please follow us on Instagram. Yeah, तो चलो शुरू करते हैं. Yes. Okay. Some school. Wow. Exhibition. No, exhibition or something is happening, but school is looking wow. ഇതല്ലല്ലോടാ അത്. So army school movie. ഇത് വേറെ അമ്മ. മോൻ പഠിച്ചിട്ട് ഇതുപോലെ തോരണം ഉണ്ടാക്കിയാ മതി കേട്ടാ. ശരി അമ്മ. അച്ഛാ അത് എൻ്റെ ഫ്രണ്ടാ അങ്ങോട്ട് നമസ്കാരം. നമസ്കാരം. നിങ്ങളുമില്ല എങ്ങനെ പരിചയം? അത് ഞങ്ങള് കലോത്സവത്തിന് ആലപ്പുഴ ഷാരോന്റെ വീട്ടിൽ പോയപ്പോഴുള്ള പരിചയം. ഓ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓ സമയമല്ലേ, എന്നാ പോവാം. അപ്പം New admission. Okay, first day at college. Oh, नाक में इसका. All of you, please listen to the process joining procedures. The sheets will be given to you. Make sure you fill it in capital letters. And also, do not make any mistakes while filling. എന്നാൽ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വന്നു. Hostel. ബാംഗ്ലൂർ എത്ര ദൂരെയാണ്. അവൻ ആദ്യമായിട്ടാണ് ഇത്ര ദൂരേക്കൊക്കെ പോകുന്നത്. ചേച്ചി നമസ്കാരം, ഞാൻ ഈ കോളേജിലെ ക്ലർക്കാണ്. BK എന്നാ പേര്. ഓ നിങ്ങൾ മലയാളികളായതുകൊണ്ട് പറയുന്നതാണ്. ഇവിടുത്തെ കോളേജിലെ ഹോസ്റ്റൽ അത്ര പോരാ. എന്താ? ഭയങ്കര കള്ളുടിയും കഞ്ചാവൂലിയും അടിപിടിയും ആരംഭാണ് ചേച്ചി. അയ്യോ അയ്യോ നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ അടുത്ത് BK എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലുണ്ട്. അവിടെ ഫുൾ സ്ട്രിക്റ്റ് ആണ്, മലയാളി ഫുഡാണ്. പിന്നെ ഞാനവിടെ ഫുൾ ടൈം കാണുമല്ലോ. പുറത്തൊക്കെ ആണെങ്കിൽ കാശ് കൂടത്തില്ലേ? He's having that ഇല്ല, contact. ഇവിടത്തേക്കാൾ കുറവാ. ഇവിടത്തേക്കാൾ കുറവാ. നമുക്ക് അവരെ കോളേജ് ഹോസ്റ്റലിൽ തന്നെ വിട്ടാ പോരെ? ഫുൾ ഞാൻ എന്തായാലും എൻ്റെ മോനെ അവിടെ ചേർക്കുന്നു. Full setting. അങ്ങനെ ചെയ്യാം. ഇവിടെയൊക്കെ പിള്ളേർ ഭയങ്കര വലിയാണ് കേട്ടാ. അതൊന്നും കണ്ട് പഠിച്ചേക്കല്ലേ. വാ, ഇവിടെ തന്നെയാ. ഓ ശരി സാർ. സ്റ്റെപ്പ് കയറി പോലെ. എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. അതെൻ്റെ പെട്ട. ഓ ശാന്തൻ. ആര്? അല്ല ഞാൻ ബിബി. ബിബി. ആ അജു. ഇവിടെ എത്ര ആളായി? ഞാനിവിടെ വന്നിട്ട് 10-36 കൊല്ലമായി. ഞാനാദ്യമായിട്ട്. ചേച്ചി ഒന്നും പേടിക്കണ്ട, നല്ല അന്തസ്സുള്ള സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. ഓ ഓ അമ്മ ഇത് ശാന്ത. ആ അറിയാം, മോൻ എപ്പോഴും പറയാറുണ്ട്. ആര്? ബിബി മോ ഹാപ്പി അല്ലേ? എന്തിന്? അമ്മ നമുക്ക് ഇറങ്ങാം, ട്രെയിനിന് സമയമായി. പോട്ടെ. അമ്മ ട്രെയിൻ കയറിയിട്ട് വിളിക്കാട്ടാ. മോനെ ഇതും കൂടെ വെച്ച്. ചേച്ചി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ക്ലീനിങ്ങിന് ഒരാൾ വരും, അപ്പോൾ അയാൾക്ക് കൊടുക്കുക 1000. അങ്ങനെ ഉണ്ട്, അതിനുള്ളതാ. ശരി ചേച്ചി, അപ്പോൾ ബൈ. മോനെ കൈ. ഇല്ലടാ, വന്ന് കയറിയല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ. അതെന്ത് ചോദ്യടാ? പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് 2 അടിക്കാതെ എങ്ങനെടാ കിടന്ന് ഉറങ്ങുന്നത്? ഇവിടെ അടുത്ത് കിട്ടും, കുണ്ടലാളിൽ. Then I'll get it's nearby to us. Don't that it's a strict place. What kind of a strict place is this, man? Full enjoyment mode.
They all are not drinking like anything. चलो भाई Still. യൂണിഫോം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സീൻ ഉണ്ടാവില്ല. സർ യൂണിഫോം മാം യൂണിഫോം കം No, not yet. ഇല്ലേ മാം വെൻ ഓക്കെ മാം all the skills are coming out now after being see the engineering life. Abhishek, advice. യൂണിഫോം കം മലയാളി Shantakumaran. പിന്നെ എവിടെ എന്നെ അടിച്ചളിയ ആര് സീനിയേഴ്സ്. എടാ അവര് പറഞ്ഞ പോലെ അങ്ങ് ചെയ്താ പോരായിരുന്നു നിനക്ക്. എടാ അവന്മാർ പറഞ്ഞല്ല ഞാൻ ചെയ്ത്. പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പാട്ട് പാടി, എന്നിട്ടും അടിച്ച്. കോപ്പ് കേസ് കൊടുക്കേണ്ട പരിപാടി അളിയത്. ആരാ അവന്മാര്? ഇവിടെ മറ്റേ കുട്ടിയും ഗ്യാങ്ങും ഇല്ല എളിയ. അവന്മാരെളിയ, അവന്മാർ ഇവിടുത്തെ വലിയ എന്തോ ആണ്. എടാ നിനക്കൊക്കെ ഇവിടുന്ന് മര്യാദയ്ക്ക് പഠിച്ചിറങ്ങണം. എന്നാ കിട്ടടിയും മേടിച്ചോണ്ട് മിണ്ടായിരുന്നു. ഇന്ന് അവന് കിട്ടി, നാളെ നമുക്ക് കിട്ടും. ആ അതെ. അപ്പോഴോ അല്ല ഈ കിട്ടാനുള്ളത് കിട്ടിയെങ്കിൽ സമാധാനമായിട്ട് കോളേജിൽ പോയിരുന്നു. ഡാ, ഈ സീനിയേഴ്സിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്ന് അറിയാവോ? എന്ത് അവന്മാർ 2-3 വർഷമായിട്ട് ഒരുമിച്ചുള്ളതുകൊണ്ട് അവന്മാർ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ജൂനിയേഴ്സ് പല സ്ഥലത്തു നിന്ന് വരുന്നവരായതുകൊണ്ട് അവർക്ക് ആ ബന്ധം ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ 22 പേരും സെറ്റാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന അവന്മാരെ കാട്ടിയും വലിയ ഗ്യാങ്ങുമാണ്. ആ സൂപ്പർ. നിനക്ക് നേരത്തെ പറഞ്ഞിട്ടായിരുന്ന ഞാൻ അവന്മാരെ അടി വെറുതെ വാങ്ങിച്ചു കൂട്ടി. പോട്ടാ, കിട്ടിയത് കിട്ടി, പോട്ടെ. അല്ല നീ ഏത് പാട്ടാ പാടിയേ? അടിച്ചാ താങ്ക മാട്ടേ 4 മാസം പാടാൻ പറ്റിയ ബാറ്റ്. അല്ല നീ എന്താ പറഞ്ഞായിരുന്നല്ലോ? ഡാ, നാളെ മുതൽ നമ്മൾ 22 പേര് ഒരൊറ്റ ഗ്യാങ്, ഒരുത്തനെയും പേടിക്കാൻ പോണില്ല. ആ They are also in attitude. I'm reminding of my college days. The day when we first got the uniform. Logo was also little bit like that. Like that only, yes. ഒന്നും ഇല്ല. Only the difference is blue and yellow. And here grey and white. Right, Kumar? Yes. അവന്മാരാണ് കുട്ടിയും ഗ്യാങ്. Oh. So he will be showing the attitude. ഡാ, അപ്പുറം വരെ പോയതാ. സീനിയേഴ്സാന്ന് തോന്നുന്നു. അമ്മാരുടെ അടുത്ത് പേര് വെച്ചു. ഞാൻ പറഞ്ഞു നീ ഇവിടെ ഇല്ലേന്ന്. എടാ നിനക്കാ പേരങ്ങ് പറഞ്ഞാ പോരായിരുന്ന? എന്തുവാ ശാന്തനെന്നോ? ഒന്ന് പോടാ ഇറക്ക.
എടാ നിനക്ക് എന്താ? എനിക്കെന്തെന്നാ എടാ നീയല്ലേടാ ഇന്നലെ പറഞ്ഞ നമ്മൾ 22 പേരുണ്ട്, വലിയ ഗ്യാങ് ആണ്, അവന്മാർ വന്ന് ഒറ്റക്കെട്ടായിട്ട് ഇരിക്കണമെന്നൊക്കെ. എന്നും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത വള്ളി മൊത്തം പിടിച്ചോണ്ടിരാൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പേടിക്കണ്ട. അവന്മാർക്ക് ഹോസ്റ്റലൊന്നും അറിയത്തില്ല, അവന്മാർ ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അവന്മാരാന്ന് തോന്നുന്നല്ല വരുന്നത്. റൂമിലോട്ട് വാ. എന്തിന്? ഞാനൊന്നും വരത്തില്ല. പറയുന്ന കേട്ടാ മതി. ഇല്ല കേട്ടാ മതി. ചേട്ടാ സീനിയർ ഒക്കെ കോളേജ്, ഇത് ഹോസ്റ്റലാണ്, നിങ്ങൾ ചെല്ലണം. വാ വാ. ഞാൻ അപ്പോഴേ പറഞ്ഞു. അതാണ് കുട്ടി. നീയൊക്കെ ചത്തളിയാ, ചത്ത്. This guy is 50. Ready. സുഹൃത്തുക്കൾ, ഒടുവില സമയം വന്നെത്തിയിരിക്കുക. നമ്മളെല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കേണ്ട സമയം. എന്തായാലും അവന്മാരൊന്നും തിരിച്ചു. പക്ഷേ ഇന്നത്തെ രാത്രി നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും നമ്മളെ തൊടില്ല. ഒന്ന് ചേച്ചി പോടാ. ആ കുട്ടിയെടുത്ത് ഞാൻ എടുത്താണ് ഉടക്കിയിരിക്കുന്നത്. എല്ലാവരും അവന്മാർ പിടിച്ചിരിക്കും. ആരായാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിടും. ആ, നിങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് പോയി ഇടി വാങ്ങിച്ചാൽ മതി. എനിക്ക് കിട്ടാളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇടി വേണ്ടാത്തവന്മാരൊക്കെ എൻ്റെ കൂടെ കേട്ടോ. Nobody is with them now. Right. They're leaving now. ഓൾ ദോസ്തരാ. This is the Because problem. that guy already got beaten up, right? So everybody is scared. 18 ഒരു ചെറിയ നമ്പറല്ല. നമ്മൾ അവന്മാരെ നേരിടും. അതിന് ആയുധങ്ങൾ വേണം. കണ്ണി കാണുന്ന കമ്പടി എല്ലായിടത്തും. ടൂൾസിന് ഒരു കുറവും പാടില്ല. അടിയെങ്കിൽ അടി. ഇതോടെ വേറെ കൂട്ടിയിട്ട് ഹോസ്റ്റലിൽ എത്തിക്കോ? അല്ല, ഒരു സേഫ്റ്റിക്ക്. സേഫ്റ്റിയോ? ഇത് പാമ്പല്ലോ കയറി. അല്ല, സീനിയേഴ്സ് അവന്മാരെ അടിക്കാൻ വരുന്നുണ്ടോ? യാറത്രേ നന്ന ബാംഗ്ലൂരു. എടാ 10-36 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്. അത്യാവശ്യം ചെറിയ സെറ്റപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ നെഞ്ചത്തി ഔട്ടാ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. അത് മതി കേട്ടോ, ഒന്നും പഠിക്കാനില്ല, ധൈര്യമായിട്ടിരിക്കും കേട്ടോ. It was looking like some Pondicherry hotel എല്ലാം ഓക്കെ with cherries, something like that. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഓൾ ക്ലിയർ. ഓവർ. ഓക്കെ അല്ലടാ. എടാ എല്ലാം ക്ലിയർ ആടാ. ഓവർ. They are getting ready for today. Somebody's coming. They came out, huh? Oh my God! They're gang. This Big is much gang. big. Yes. Oh man. We know part of this big. What a nana hai usko मारे. Yeah. This is 50. Oh yeah. Yeah.
നീ 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 ഉടുപ്പൊക്കെ ഇരിക്കോ പോവാ Alright. അഴിക്കടാ Seniors, they're rowdy only. Right. They have cars and everything. Big gang. They didn't Oh my expect God, that. I they didn't have also. a I didn't expect so it. big gang. I yes, thought and they also will we not also arrive did at the hostel. I thought they will come In the college in the only, college they will only do something, the right? other day, like the next day. But they were like such a big gang. big gang. And my God, what will be happened with these two, with these three, Three guy. guys, man. Let's see. Interesting Wow. story. Interesting I think story. it is reminding me of our college days as well, right? Actually. There's a lot of new faces, lot of new friends, Yeah. and we were united with a lot of different stuff. So we are Started talking with each lot of other. things, We started building the relationship with each and everyone. Yes. And it was so nice actually to see the exactly similar kind of case again after how many years away? 14 years. 14 years, 15 years around, yes. So we also were waiting to get our this one, uniform. We also keep Right. on asking the madam, the sir, who are over there, that when our uniforms will be coming. They were like, yeah, it is on the way, it is in the process, like True. it was so emotional, guys. True. But yes, the storyline is also very very much interesting. What will be happen next? I'm so much eager to see that. Okay, soon we'll be coming up with the next part, so stay tuned for that. And if you're new to this channel, guys, please do subscribe, and also click on the like button to like this video and share this video with your friends and family. See you in the next video. Till then, Bye.